ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ നല്ല കൂട്ടുകാരെയും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 3 പുരുഷന്മാർ ചെല്ലുമ്പോൾ അബ്രഹാം എവിടെയായിരുന്നു എന്നായിരുന്നു. അതിൻ്റെ ഉത്തരം കൂടാരവാതിക്കലായിരുന്നു. മമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷപ്പെട്ടവരെ അബ്രഹാം സ്വീകരിച്ചിരുത്തിയത് എവിടെ ആണ്? വൃക്ഷത്തിൻ്റെ കീഴിലായിരുന്നു അബ്രഹാം മമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷപ്പെട്ടവരെ സ്വീകരിച്ചിരുത്തിയത്. അടുത്ത ചോദ്യം, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഇത് ആരോട് പറഞ്ഞതായിരുന്നു എന്നാണ്. അതിൻ്റെ ഉത്തരം അബ്രഹാമിന് പ്രത്യക്ഷനായ പുരുഷൻ സാറയോട് പറഞ്ഞതായിരുന്നു. മൂന്ന് പുരുഷന്മാർ അബ്രഹാമിൻ്റെ അടുത്ത് നിന്നും എവിടേക്ക് പോയി? അവർ പോയത് സോദോം വഴിക്കായിരുന്നു. അടുത്ത ചോദ്യം, ആരുടെ നിലവിളിയാണ് വലിയതും പാപം അതികഠിനവും ആയിരുന്നത്? സോദോമിൻ്റെയും ഗോമോറയുടെയും. അടുത്ത ചോദ്യം ഇതായിരുന്നു, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ എന്ന് യഹോവയോട് ചോദിച്ചത് ആരായിരുന്നു? യഹോവയോട് ചോദിച്ചത് അബ്രഹാം ആയിരുന്നു. പൊടിയും വെണ്ണീറുമായവൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചവൻ ആര്? അബ്രഹാം ആയിരുന്നു. അടുത്ത ചോദ്യം, ദൈവദൂതന്മാർ സോദോമിൽ എത്തിയപ്പോൾ ലോത്ത് എവിടെ ആയിരുന്നു? ലോത്ത് പട്ടണവാതിക്കൽ ആയിരുന്നു. ദൂതന്മാർ സോദോമിൽ എത്തിയത് എപ്പോൾ? വൈകുന്നേരം ആയപ്പോഴാണ് ദൂതന്മാർ സോദോമിൽ എത്തിയത്. പുളിപ്പില്ലാത്ത അപ്പം ചുട്ടതായി പറയുന്ന ആദ്യ വ്യക്തി ആര്? ലോത്തായിരുന്നു. അടുത്ത ചോദ്യം, ലോത്തിൻ്റെ വീട് വളഞ്ഞവർ ആര്? ലോത്തിൻ്റെ വീട് വളഞ്ഞവർ സോദോം പട്ടണ നിവാസികളായ പുരുഷന്മാർ ആയിരുന്നു. പുരുഷന്മാർ ആബാലവൃത്തം അന്ധത പിടിച്ചത് എവിടെ? സോദോമിൽ ആയിരുന്നു. ലോത്തിൻ്റെ മരുമക്കൾ ലോത്തിനോട് പറഞ്ഞ വാക്കുകൾ എന്ത്? കളി പറയുന്നു എന്നാണ് പറഞ്ഞത്. ദൂതന്മാർ കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്തു കൊണ്ട് പോയതാരെയല്ല? ലോത്തിനെയും ഭാര്യയെയും 2 പുത്രിമാരെയും. ലോത്ത് ഓടി രക്ഷപ്പെട്ട പട്ടണം ഏത്? സോവർ ആണ് ലോത്ത് ഓടി രക്ഷപ്പെട്ട പട്ടണം. ലോത്ത് എവിടെ കടന്നപ്പോഴാണ് സൂര്യൻ ഉദിച്ചത്? സോവാറിൽ കടന്നപ്പോഴാണ് സൂര്യൻ ഉദിച്ചത്. യഹോവ ആകാശത്ത് നിന്നും തീയും ഗന്ധവും വർഷിപ്പിച്ച പട്ടണം സോദോമും ഗോമോറയും ആണ്. ആദ്യം നശിപ്പിക്കപ്പെട്ട പട്ടണം ഏത്? സോദോമും ഗൊമോറയുമാണ് ആദ്യം നശിപ്പിക്കപ്പെട്ട പട്ടണങ്ങൾ.
ആദ്യത്തെ അന്തർ ആര്? ആദ്യത്തെ അന്തർ സോതോമ്യർ ആകുന്നു. ഗുഹയിൽ പാർത്ത പ്രഥമ വ്യക്തികൾ ആരെല്ലാം? ലോത്തും പുത്രിമാരുമായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ മദ്യപിച്ചതായി പറയുന്നത് ആരെയെല്ലാം? നോഹയും ലോത്തും. ഉപ്പുതൂണായി തീർന്ന സ്ത്രീ ലോത്തിൻ്റെ ഭാര്യ. അടുത്ത ചോദ്യം, ഗുഹയിൽ പാർത്ത സ്ത്രീകൾ ആരെല്ലാം? അതിൻ്റെ ഉത്തരം ലോത്തിൻ്റെ മക്കൾ. അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച പുത്രിമാർ ലോത്തിൻ്റെ മക്കൾ, ലോത്തിൻ്റെ പുത്രിമാർ. ലോത്തിൻ്റെ മൂത്ത പുത്രിക്ക് ജനിച്ച കുട്ടിയുടെ പേര് മോവാബ് എന്നായിരുന്നു. എന്നാൽ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം, ലോത്തിൻ്റെ ഇളയ പുത്രിക്ക് ജനിച്ച കുട്ടിയുടെ പേര് എന്ത്? ലോത്തിൻ്റെ ഇളയ പുത്രിക്ക് ജനിച്ച കുട്ടിയുടെ പേരെന്ത്? രണ്ടാമത്തെ ചോദ്യം, മോവാബ്യരുടെ പിതാവ് ആര്? മോവാബ്യരുടെ പിതാവ് ആര്? അടുത്ത ചോദ്യം, അമ്മോന്യരുടെ പിതാവ് ആര്? അമ്മോന്യരുടെ പിതാവ് ആര്? അബ്രഹാം മമ്രയുടെ തോപ്പിൽ നിന്നും പോയി പരദേശിയായി പാർത്ത സ്ഥലം ഏത്? അബ്രഹാം മമ്രയുടെ തോപ്പിൽ നിന്നും പോയി പരദേശിയായി പാർത്ത സ്ഥലം ഏത്? അടുത്ത ചോദ്യം, ഞങ്ങൾ സഹോദരന്മാർ, ഞങ്ങളുടെ അപ്പനും വല്യപ്പനും ഒരാൾ. ഞങ്ങൾ ആര്? ഞങ്ങൾ സഹോദരന്മാർ, ഞങ്ങളുടെ അപ്പനും വല്യപ്പനും ഒരാൾ. ഞങ്ങൾ ആര്? ഞങ്ങൾ സഹോദരിമാർ ഭർത്താവിൻ്റെ ധർമ്മം ചെയ്തു തന്നത് അപ്പൻ തന്നെയാണ്. ഞങ്ങൾ സഹോദരിമാർ ഭർത്താവിൻ്റെ ധർമ്മം ചെയ്തു തന്നത് അപ്പൻ തന്നെയാണ്. ഞങ്ങൾ ആര്? സുന്ദരിയായ ഭാര്യ ഉണ്ടായിരുന്ന പ്രവാചകൻ ആര്? സുന്ദരിയായ ഭാര്യ ഉണ്ടായിരുന്ന പ്രവാചകൻ ആര്? അടുത്ത ചോദ്യം, ഗരാറിലെ രാജാവിൻ്റെ പേരെന്ത്? ഗരാറിലെ രാജാവിൻ്റെ പേരെന്ത്? അടുത്ത ചോദ്യം, കർത്താവേ, നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ? ഇതാരുടെ വാക്കുകളായിരുന്നു? കർത്താവേ, നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ? ഇതാരുടെ വാക്കുകൾ ആയിരുന്നു? അബ്രഹാമിന് ആടുമാടുകളെയും ദാസീദാസന്മാരെയും കൊടുത്ത ഗരാർ രാജാവ് ആര്? അബ്രഹാമിന് ആടുമാടുകളെയും ദാസീദാസന്മാരെയും കൊടുത്ത ഗരാർ രാജാവ് ആര്? സാറയ്ക്ക് പ്രതിശാന്തിയായി അബിമേലെക്ക് അബ്രഹാമിന് കൊടുത്ത വെള്ളിക്കാശ് എത്ര? സാറയ്ക്ക് പ്രതിശാന്തിയായി അബിമേലെക്ക് അബ്രഹാമിന് കൊടുത്ത വെള്ളിക്കാശ് എത്ര? അടുത്ത ചോദ്യം, സ്വന്തം സഹോദരിയെ വിവാഹം കഴിച്ച ഒരു പ്രവാചകൻ ആര്? സ്വന്തം സഹോദരിയെ വിവാഹം കഴിച്ച ഒരു പ്രവാചകൻ ആര്? ആരുടെ നിമിത്തമാണ് യഹോവ അബിമേലെക്കിൻ്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചത്? ആരുടെ നിമിത്തമാണ് യഹോവ അബിമേലെക്കിൻ്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചത്? അടുത്ത ചോദ്യം,
അപ്പൻ്റെ മകളാണ്, അമ്മയുടെ മകളല്ല. ഇത് അബ്രഹാമിൻ്റെ ഏത് ഭാര്യയാണ്? അപ്പൻ്റെ മകളാണ്, അമ്മയുടെ മകളല്ല. ഇത് അബ്രഹാമിൻ്റെ ഏത് ഭാര്യയാണ്? പെങ്ങളെ വിവാഹം കഴിച്ചത് ആര്? പെങ്ങളെ വിവാഹം കഴിച്ചത് ആര്? ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് എത്ര വയസ്സായിരുന്നു? ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് എത്ര വയസ്സായിരുന്നു? അടുത്ത ചോദ്യം, ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി എന്ന് പറഞ്ഞത് ആര്? ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി എന്ന് പറഞ്ഞത് ആര്? മകൻ്റെ മുലകുടി മാറിയപ്പോൾ വലിയ വിരുന്ന് കഴിച്ചത് വ്യക്തി ആര്? മകൻ്റെ മുലകുടി മാറിയപ്പോൾ വലിയ വിരുന്ന് കഴിച്ച വ്യക്തി ആര്? അടുത്ത ചോദ്യം, ഒന്നാമത് പരിഹാസി എന്ന് വിളിച്ചത് ആര്? ഒന്നാമത് പരിഹാസി എന്ന് വിളിച്ചത് ആര്? അബ്രഹാമിൻ്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കുന്നത് ആരെയാണ്? അബ്രഹാമിൻ്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഹാഗാർ ഉഴുന്നു നടന്ന മരുഭൂമി ഏത്? ഹാഗർ ഉഴന്നു നടന്ന മരുഭൂമി ഏത്? അടുത്ത ചോദ്യം, മരുഭൂമിയിൽ വെച്ച് ഉറക്കെ കരഞ്ഞവൾ ആര്? മരുഭൂമിയിൽ വെച്ച് ഉറക്കെ കരഞ്ഞവൾ ആര്? മരുഭൂമിയിൽ വെച്ച് ദൈവം കണ്ണ് തുറന്നതാരുടെ? മരുഭൂമിയിൽ വെച്ച് ദൈവം കണ്ണ് തുറന്നത് ആരുടെ? ഇന്നത്തെ ചോദ്യങ്ങൾ കഴിഞ്ഞു. എല്ലാ നല്ല കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.